അഭിനന്ദനം ലഭിക്കുക എന്നത് മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അവഗണിക്കപ്പെടുന്നത് ഏറ്റവും വേദനാജനകമായ അവസ്ഥയും. ഒരു മനുഷ്യനെ കുത്തിക്കൊന്നാൽ പോലും അയാളങ്ങ് സഹിച്ചു എന്ന് വരും. പക്ഷെ നിങ്ങൾ ഇഞ്ചിഞ്ചായി ചില മനുഷ്യരെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? അവഗണിച്ചൊരു മനുഷ്യനെ ഇല്ലാതാക്കി മാറ്റും. അത്രയും വലിയ ശിക്ഷ നിങ്ങൾ വിധിക്കരുത് ഒരു മനുഷ്യനും. വിഖ്യാത മനഃശാസ്ത്രജ്ഞൻ വില്യം ജെയിംസിൻ്റെതാണ് വാക്കുകൾ. ഏതിരുട്ടുമുറിയിലിരിക്കുന്ന ചെടിയാണെങ്കിലും ഇത്തിരി പ്രകാശം കണ്ടാൽ അങ്ങോട്ടേക്കൊന്ന് വളരും. അതുകൊണ്ട് ആത്മാർത്ഥമായി അഭിനന്ദിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. അത് പ്രശംസിക്കുന്നവൻ്റെയും പ്രശംസിക്കപ്പെടുന്നവൻ്റെയും ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. ഒപ്പം ഓർക്കേണ്ട കാര്യം, ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത അഭിനന്ദനം അഭിമാനത്തെക്കാൾ നീരസമാണ് ഉണ്ടാക്കുക. അത് പിന്നീട് അപമാനത്തിലേക്ക് വഴിവിളിക്കും. ആത്മാർത്ഥമായ അഭിനന്ദനം ഹൃദയത്തിൽ നിന്നാണ്. സത്യസന്ധതയില്ലാത്ത അഭിനന്ദനത്തിന് മുഖസ്തുതി എന്നാണ് പറയാറ്. അഭിനന്ദനവും മുഖസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞു വേണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ജീവിക്കാൻ. ആത്മാർത്ഥതയില്ലാത്ത അഭിനന്ദനത്തെക്കാൾ സത്യസന്ധമായ അവഗണന നേരിടുന്നതാണ് നല്ലത്. ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ പഠിക്കാം. മനസ്സ് തുറന്ന് മനുഷ്യരോട് സംസാരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരോട് അവരുടെ മുഖത്ത് ചിരി പടർത്താൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അവർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യം മാത്രം തിരഞ്ഞെടുത്തവരോട് സംസാരിക്കൂ. ഏറ്റവും മോശം കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം അവരിലെ നന്മയെ ഒന്ന് സൂചിപ്പിക്കൂ. അതിനുശേഷം അവരെ തിരുത്താനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ വിദ്യയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കും. ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സത്യസന്ധരായ മനുഷ്യരായി ജീവിക്കുക. അതോടൊപ്പം അഭിനന്ദിക്കാൻ മറക്കാതിരിക്കുക.